കർക്കിടക മാസം, കർക്കിടകത്തിലെ അമാവാസി, പിതൃക്കളുടെ ദിനം. ഭൂമിയിലേക്ക് ഭൂവർലോകത്തു നിന്നും പിതൃക്കൾ മടങ്ങിയെത്തുന്ന ദിവസം. ഇങ്ങനെയാണ് കർക്കിടക വാവിനെ കുറിച്ച് പരാമർശിക്കുന്നത്. പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഏത് ലോകത്താണെങ്കിലും മക്കൾ നാട്ടിലേക്കെത്തി വേണ്ട കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പുരാണത്തിലും ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നൽകുക, മരണത്തിന് ശേഷമല്ല നൽകേണ്ടത്. മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു, പുനർജന്മം എന്നൊന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ബലിതർപ്പണം നടത്തേണ്ടത്? പല ചോദ്യങ്ങളാണ്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഇന്ന് പറയുന്നത് കർക്കിടക മാസം ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ്. അതിനോടൊപ്പം തന്നെ വാവ് ബലി സൂചിപ്പിച്ചു എന്ന് മാത്രം. അവർക്ക് വേണ്ടി ഒരു മറുപടിയും കൂടിയാണ്. കാരണം ഒരു വ്യക്തിയുടെ പുനർജന്മം നിശ്ചയിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ കാലയളവ് അല്ലെങ്കിൽ ഭൂമിയുടെ കാലചക്രം എങ്ങനെയാണോ അതിന് അനുസൃതമായിട്ടല്ല. നമുക്കറിയാം, 14 ലോകങ്ങൾ പ്രതിപാദിക്കുന്നു. അങ്ങ് പാതാളം മുതൽ സത്യലോകം വരെ. അതിൽ മധ്യഭാഗത്തായിട്ട് ഭൂമി നിലനിൽക്കുന്നു. ഭൂമിക്ക് തൊട്ടുമുകളിലായി ഭൂവർലോകം, അതിനു മുകളിലായി സത്യലോകമായിട്ടുള്ള ദേവന്മാരുടെ ലോകം. ഈ ഭൂവർലോകം എന്ന് പറയുന്നത് പിതൃക്കളുടെ ലോകമാണ് എന്നുകൂടി കരുതപ്പെടുന്നുണ്ട്. 12 മാസ കാലയളവ്, ഉത്തരായനം, ദക്ഷിണായനം. ജനുവരി 14 മുതലുള്ള 6 മാസക്കാലം ഉത്തരായനവും അതിനുശേഷമുള്ള ദക്ഷിണായനവും. അതിലെ ആദ്യത്തെ കർക്കിടക മാസത്തിലെ കറുത്ത പക്ഷം, അതാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്, ആ ദിവസം. അപ്പോൾ 12 മാസങ്ങളുള്ളത് ഭൂവർലോകത്തെ സംബന്ധിച്ചിടത്തോളം 12 ദിനങ്ങൾ മാത്രമാണ്. ആ 12 ദിനങ്ങൾ കഴിയും തോറും ഇവിടെ ജീവിച്ചിരിക്കുന്ന തലമുറ അവരുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് തർപ്പണം ചെയ്യുന്നു എന്നതാണ് വിശ്വാസം. അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ മറ്റൊരു ചോദ്യം കൂടി വരും. നമ്മുടെ ഈ നിരീശ്വരവാദികൾക്കൊക്കെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. മരണപ്പെട്ടവർ പുനർജനിച്ചുവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ വ്യത്യാസം, ഭൂമിയിലെ രാത്രിയും പകലുമല്ല അവിടെ. ദേവന്മാരുടെ ഒരു രാത്രിയും പകലും എന്താണെന്ന് നമുക്കറിയാം, എത്ര വർഷമാണെന്ന് നമുക്കറിയാം. എന്ന് പറയുന്നത് പോലെ തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ അറിയും തോറും ഇങ്ങനെ കടൽ പോലെ, സാഗരം പോലെ തന്നെ കിടക്കുകയാണ്. ഒരിക്കലും പഠിച്ചു തീർക്കാൻ കഴിയില്ല ഒരു പുരാണം എന്നുകൂടി ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു. അപ്പം അന്ന് നടത്തുന്ന വാവുബലി നമുക്കറിയാം, ജലത്തിലാണ് തർപ്പണം ചെയ്യുന്നത്. പ്രാണൻ നമുക്കറിയാം, സ്ഥൂലമായിട്ടുള്ള ശരീരം, അതിൽ സൂക്ഷ്മമായ ശരീരമാണ് പ്രാണൻ എന്ന് പറയുന്നത്. അത് ജലതത്വമാണ്. പിതൃക്കൾക്ക് ജലത്തിലൂടെ മാത്രമേ ആഹാരം സ്വീകരിക്കാൻ കഴിയൂ എന്ന് കൂടി അവിടെ പരാമർശിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് തർപ്പണം ജലത്തിൽ നടത്തുന്നത്, ജലത്തിൽ മുങ്ങിക്കുളിക്കുന്നത്, അല്ലേ? നമുക്കറിയാം. അപ്പോൾ ആ കർക്കിടക വാവിനെ എന്തിന് ഇത് ചെയ്യുന്നു? എല്ലാ പിതൃക്കളും എത്തും, അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ടവരും എത്തും. ആരെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഒരു പ്രതീക്ഷ, നമ്മുടെ ചിന്താധാരയാണത്. അപ്പോൾ അത് ചെയ്യുക. മകനായി പിറന്നാൽ, മകളായി പിറന്നാൽ അത് ചെയ്യുക. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പിതൃക്കളെ പ്രീതിപ്പെടുത്തുക. കാരണം അത് നമ്മുടെ അച്ഛനും അമ്മവും മാത്രമായിരിക്കില്ല, അതിന് മുന്നേയുള്ള തലമുറയിൽപ്പെട്ടവർ. അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചത് എന്നുള്ള ധാരണ എല്ലാ മനുഷ്യനും ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് കർക്കിടക വാവിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസം നമ്മളെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി, നമ്മളെ ബാധിച്ചിട്ടുള്ള രോഗ ദുരിതങ്ങൾ, നമ്മളെ ബാധിച്ചിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മാസം അതിനെ ഇല്ലാതാക്കാൻ ഒരു കർമ്മം പറയപ്പെടുന്നുണ്ട്. ആ കർമ്മം ചെയ്തുകൊണ്ട് വരുന്ന ചിങ്ങപ്പുലരിയെ നമുക്ക് വളരെ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ സാധിക്കും. അഭിവൃദ്ധിയോടുകൂടി നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്താണ് ആ കർമ്മം എന്ന് പറയുന്നത്? വളരെ ലളിതമാണ്. ഇത് കർക്കിടക വാവിന് ചെയ്യുന്ന കർമ്മമല്ല.
ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് കർക്കിടകത്തിലെ ഏതൊരു ദിവസവും ചെയ്യാം. കർക്കിടക വാവിനല്ല, കർക്കിടകത്തിലെ ഏതൊരു ദിവസവും നമുക്കിത് ചെയ്യാം. രാത്രിയാണ് ഇത് ചെയ്യുന്നത്. രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാനേരം ആണ് ചെയ്യുന്നത്, അർദ്ധരാത്രിയിലല്ല, സന്ധ്യാനേരത്ത് നമ്മൾ ഇത് ചെയ്യുന്നു. എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ആദ്യം 2 ചെമ്പരത്തി ഇല എടുക്കുക. ചെമ്പരത്തി സാധാ ചെമ്പരത്തി അറിയാലോ, നമ്മുടെ വീട്ടിൽ വളരുന്ന ചുവന്ന ചെമ്പരത്തി. എത്ര ഇതളുണ്ട്? 5 ഇതൾ അല്ലേ? 5 അല്ലേ? അപ്പോൾ ആ ചെമ്പരത്തിയുടെ ഇലകൾ എടുക്കുക. 1, 2, 3 ഒക്കെ എടുക്കാം, ആസ് യു വിഷ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ശേഷം ചെയ്യേണ്ടത് 3 കല്ലുപ്പ് എടുക്കുക. 3 എണ്ണം കല്ലുപ്പ് 3 എണ്ണം എടുക്കുക. ഈ അളവിനകത്ത് വ്യത്യാസം വരാൻ പാടുള്ളതേ അല്ല. 3 കല്ലുപ്പ് എടുക്കുക. പിന്നെ എന്താ എടുക്കണ്ടേ? കടുക് എടുക്കുക. കടുക് 8 കടുക് കൂടരുത്, നമ്പർ കൃത്യമായിരിക്കണം. 8 കടുക്. സന്ധ്യയ്ക്ക് കടുക് എടുക്കാൻ പാടില്ല അല്ലേ? കടുക് എടുത്തു കഴിഞ്ഞാൽ നിലത്ത് വിടരുത്. നിലത്ത് വീണാന്ന് സംഭവിക്കും അറിയാലോ. അപ്പോൾ 8 കടുക് എണ്ണ എടുക്കുക. അതിനുശേഷം എടുക്കേണ്ടത് ചുവന്നുള്ളി 1 എണ്ണം എടുക്കുക. ഇങ്ങനെ 3 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഈ 3 ഐറ്റംസ് ഈ ചെമ്പരത്തി ഇലയിലേക്ക് വെക്കുക. നന്നായിട്ട് പൊതിയുക. നമ്മൾ നമ്മുടെ ശരീരത്തെ ഒഴിയുക. സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, മറ്റൊരാൾക്കല്ല ഇത് ചെയ്യുന്നത്. സ്വമേധയാ ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ സ്വന്തം ശരീരത്തിനെ ഒഴിഞ്ഞ് അടുപ്പിൽ ഇട്ട് കത്തിക്കുക എന്നുള്ളതാണ് ഈ കർമ്മം. ഇനി ചുമ്മാതെ ഒഴിഞ്ഞ് കത്തിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ഇത് ഒഴിയുമ്പോൾ നമ്മൾ ഒരു മന്ത്രം കൂടി ജപിക്കുന്നുണ്ട്. മന്ത്രം ഇവിടെ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ മന്ത്രം കൂടി ചൊല്ലിക്കൊണ്ടാണ് ഓം ഹ്രീം കർക്കടേശ്വരായ ശനി നിവാരകായ ഹ്രീം നമ. ഇതാണ് മന്ത്രം. ഓം ഹ്രീം കർക്കടേശ്വരായ ശനി നിവാരകായ ഹ്രീം നമ എന്നുള്ള മന്ത്രം ആണ് ജപിക്കേണ്ടത്. 3 പ്രാവശ്യം ഒഴിഞ്ഞ് കത്തിക്കുക. ശനി ദോഷം മാറുന്നതിനായിട്ട്, ശനിയുടെ ബാധ മാറുന്നതിനായിട്ട് ഒക്കെ നമ്മളിത് അനുഷ്ഠിക്കാറുണ്ട് അല്ലെ? അടിക്കടി ഉണ്ടാകുന്ന ദുരിതങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, സ്കിൻ ഡിസീസ് എന്താ, നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, വിഷാദ രോഗങ്ങൾ, ബാധാദോഷങ്ങൾ, കണ്ണേറ്, എന്തൊക്കെ ഉണ്ടോ കൂടോത്രം. ഈ ഒരു സമയം അത്ര പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസം. നമ്മൾ ഇലക്കറികളൊന്നും ഉപയോഗിക്കാറില്ലല്ലോ അല്ലേ? ഇലക്കറികൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചിലതുണ്ട് അല്ലേ? മുരിങ്ങയില പാടില്ല എന്നുള്ളൊരു ചടങ്ങുണ്ട് അല്ലേ? 10 ഇലക്കറികളൊക്കെ ചെയ്യാറുണ്ട്. ചില ഇലക്കറികൾ അന്ന് മാറ്റി വെക്കും, കാരണം കൂടുതൽ വിഷാംശ ആകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പ്രകൃതിക്ക് പോലും അറിയാം ആ ഒരു സമയത്തിൻ്റെ സവിശേഷത എന്നുള്ളത്. അപ്പോൾ അതാണ് കർക്കിടകത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറയുന്നത്. നിങ്ങളത് അനുഷ്ഠിക്കുക. ഇതിനും അപ്പുറമാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത് അല്ലേ? നമ്മളിവിടെ പൂജാതനായി അതിനുശേഷം നമുക്കിവിടെ ജീവിക്കാൻ അവസരം ഒരുക്കിയ പിതൃക്കളെ ആദരിക്കുക കൂടിയാണ്. അതിനെ നമ്മൾ ആദരിക്കുന്നു, ഒരു ദിവസമെങ്കിലും ഓർക്കുന്നു. നമ്മൾ പറയാറുണ്ട് എല്ലാ ദിവസവും ഞാൻ ഓർക്കാറുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, ചുമ്മാ ഓർത്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കും അല്ലേ? മനുഷ്യൻ്റെ മനസ്സ് ഒരിക്കലും പിടികിട്ടാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ദിവസത്തിന്, ആ ഒരു സമയത്തിന് വളരെയധികം പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തുക. ആ പ്രീതിയിലൂടെ നമുക്ക് ജാതകം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും പിതൃദോഷം കാണിക്കും അല്ലേ? ചിലപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നവരായിരിക്കും, പക്ഷേ പിതൃദോഷം കാണിക്കും. അപ്പോൾ അവരിങ്ങോട്ട് പറയാറുണ്ട്, അയ്യോ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയല്ല, മരിച്ചുപോയ അച്ഛനും അമ്മയും മാത്രമല്ല, നിരവധി പല തലമുറകൾ പെടുന്നതുണ്ട്. അപ്പം അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്ന തലമുറയുടെ ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, എത്ര ഹൈ പ്രൊഫൈലിലുള്ളവരാണെങ്കിലും അന്നത്തെ ദിവസം, ആ ദിവസം ഒരു പിടി ചോറ് ഒപ്പം ഒരു നുള്ള് കണ്ണുനീര് അന്ന് വീണിരിക്കും അല്ലേ? അത് ഉറപ്പാണ്. അപ്പോൾ അന്ന് നമ്മൾ പറയുന്ന പോലെ അന്നം കൊടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾ ഈ പിണ്ടം ഉരുട്ടി വയ്ക്കുന്നത് ചോറ് കൊടുക്കുന്നു എന്നുള്ളതല്ല. അവർക്ക് അന്ന് കൊടുക്കുന്നത് ജലവും പൂക്കളും എള്ളും മാത്രമാണ്. ശരിക്കും അവിടെ ഉരുള എന്ന് പറയുന്നത് ശരീരമാണ്. പിണ്ഡം, അണ്ടമെന്നാൽ പ്രപഞ്ചം, പിണ്ഡമെന്നാൽ ശരീരം. ആ പിണ്ഡമാണ്. അതിന് മുകളിൽ
വസ്ത്രം കൊടുക്കുന്നു. നിങ്ങൾ ഉടുത്തിരിക്കുന്ന തോർത്തിൽ നിന്നും ഒരു നൂലെടുത്തതിന് മുകളിൽ വയ്ക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് താനും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊക്കെ കർക്കിടക മാസം കഴിഞ്ഞ് വരുന്ന, പഞ്ഞമാസം കഴിഞ്ഞ് വരുന്ന ചിങ്ങമാസം എല്ലാ അനുഗ്രഹങ്ങളോടും കൂടിയുള്ളതാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുക. ഞാനീ പറഞ്ഞ ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ ദോഷങ്ങളും നമുക്ക് ഈ ഒരു വർഷത്തിൻ്റെ അവസാനം, അല്ലേ, കർക്കിടകമല്ലേ, അത് അവസാനിക്കുകയല്ലേ, അതിനുശേഷം ചിങ്ങം പുലരുകയാണ്. അപ്പോൾ ആ ഒരു വർഷത്തിൻ്റെ അവസാനം തീർന്ന് നല്ലൊരു കൊല്ലമാകട്ടെ ഇനി വരുന്നത് എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.